നീ അവളോട് അങ്ങനെ പറയല്ലായിരുന്നു. നീ പറഞ്ഞതിന്റെ മറുപടി അല്ലേ ഞാൻ നീ എന്നാ പഴിയോട് പറഞ്ഞു? നീ മര്യാദയ്ക്ക് സംസാരിക്കും. എന്ത് മര്യാദ? അങ്ങനെ എടി വാടി പോടി എനിക്ക് മര്യാദയില്ല. മനസ്സിലായോ? അതിന്റെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരാ ഇന്റർവ്യൂവിന് ഇവിടെ പിടിച്ചിരുത്തിയത്. വളരെ ചെറുപ്പം മുതലേ എന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എനിക്കൊരു കലാകാരി ആകണം, ഒരു അഭിനേത്രി ആവണം. ഈ തിരുവനന്തപുരംകാരിയെ സംബന്ധിച്ച് കച്ചറയാണോ? ആണ്. എല്ലാവരെയും എന്റെ ഓർമ്മയിൽ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവർക്കും അങ്ങനത്തെ മെമ്മറീസേ കൊടുക്കാറുള്ളൂ. മനീഷയെ പറ്റി പറയുമ്പോ ആ മനീഷ അങ്ങനെ പറയുള്ളൂ. മനീഷ പറയത്തില്ല. പിന്നെ രസമാണ് നിന്നെ കാണാൻ. മാത്രം പറയാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കല്യാണം എന്റെ മുന്നേ മനീഷ എന്നോടൊപ്പം നമസ്കാരം. മനീഷ 15 വയസ്സില് അല്ലെ കുട്ടിക്കാലം മുതലേ എനിക്ക് അഭിനയിക്കണം, ഈ ആഗ്രഹം തുടങ്ങുന്നതും ഈ സമരമാകുന്ന മുഹൂർത്തം എങ്ങനെയായിരുന്നു? ആഗ്രഹം തുടങ്ങുന്നത് ഒന്ന് ക്ഷമിക്കുക, എന്റെ ആദ്യം തന്നെ പറയാം, തൊണ്ടയ്ക്ക് വേദനയാണല്ലോ, പെയിൻ ഉണ്ട്. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ അച്ഛനൊരു കലാകാരനാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു കലാകാരിയാണ്. നമ്മൾ കുടുംബപരമായിട്ട് ഒരു കലാകാരന്മാരായതുകൊണ്ട് ഒരു കലാകാരന്മാരുടെ കുടുംബമാണ്. അതെ. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടു വളർന്നപ്പോൾ വളരെ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എനിക്കൊരു കലാകാരി ആകണം, ഒരു അഭിനേത്രി ആവണം. എൻ്റെ അച്ഛനും ഒക്കെയാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് പറയുന്നത്, നീ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, നിനക്ക് ഇതുപോലെ അഭിനയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മോൾ ഇങ്ങനെ ചെയ്യണം, ഡാൻസ് പഠിക്കണം, കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അച്ഛനും അച്ഛൻ്റെ അമ്മയൊക്കെയാണ്. അവർക്ക് നേടാൻ പറ്റാത്തത് മുകളിലൂടെ നേടണം എന്ന് അവർ ആഗ്രഹിക്കുമല്ലോ, അത് സംഭവിച്ചോ? അതായത് അവർക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം ഒന്നുമില്ല. ഇല്ല, അവരുടെ ഫീൽഡിൽ അവർ ഒരുപാട് നേടിക്കഴിഞ്ഞു. എന്റെ പപ്പ ഭയങ്കര ആ സമയത്ത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ മീഡിയ ഒന്നും അത്ര വലിയ ആക്റ്റീവ് ആയിട്ടുള്ള പിന്നെ അല്ല, കാരണം പപ്പ മെജീഷ്യനും കൂടിയാണ്. എന്റെ പപ്പ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പപ്പ എന്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറേ പോപ്പുലർ ആയിരുന്നേനെ. ഇപ്പൊ എന്റെ പപ്പ ഇല്ല, മരിച്ചുപോയി. അതുകൊണ്ട് ഏത് പ്രായത്തിലായിരുന്നു? പപ്പ 48 മരിച്ചു. ഒരു പ്രത്യേകിച്ച് പെൺമക്കളെ സംബന്ധിച്ചേ ഒരപ്പനൊരു ബലമല്ലേ അമ്മേക്കാൾ. അപ്പൊ നഷ്ടപ്പെട്ടതിന് ശേഷം അനുഭവിച്ചിട്ടുണ്ടോ വേദന? ഒരുപാട്. എപ്പോഴും നമുക്ക് പിന്നെ എടുത്തു പറയണ്ടല്ലോ, നമ്മളെ വളർത്തിയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ, നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ആരെ വിളിക്കാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വീട്ടിൽ വിളിക്കുമ്പോൾ അച്ഛൻ അമ്മ അല്ലേ, ഇതിലിപ്പോൾ ഒരാളില്ല, അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ അമ്മയുടെ കോളാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സമയം കഴിയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അവരും എല്ലാവരും. ഇപ്പൊ അമ്മയെ സംബന്ധിച്ച് അച്ഛനെ പോലെ തന്നെ അമ്മ നോക്കുന്നുണ്ട്. അതെ, എന്നാലും അച്ഛന് പെൺമക്കളെടുത്ത് അവർക്ക് പ്രത്യേക ബോണ്ടിങ് അല്ലേ, അത് മാറത്തില്ല. ഞാൻ പറയുന്നില്ല, ഒരു ഡ്രീം പ്രോജക്റ്റ് വന്നിരിപ്പുണ്ട്. സർപ്രൈസ് നടക്കട്ടെ. ഈ തിരുവനന്തപുരംകാരിയെ സംബന്ധിച്ച് കച്ചറയാണോ? കച്ചറ ആണ്. ഓപ്പൺ ആയിട്ട് പറയാന്ന് പറയുമ്പോ ഞാൻ ഒരുപാട് സംസാരിക്കും. കച്ചറ മീൻസ് അലമ്പല്ല, സംസാരിക്കുക, തമാശ പറയാ, നല്ല നല്ല സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ അത്രമേലില്ല. ഞാൻ എല്ലാവരെയും എന്റെ ഓർമ്മയിൽ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവർക്കും അങ്ങനത്തെ മെമ്മറീസേ കൊടുക്കാറുള്ളൂ. മനീഷയെ പറ്റി പറയുമ്പോ ആ മനീഷ അങ്ങനെ പറയുള്ളൂ. മനീഷ നല്ല ചിരി കേട്ടോ നിന്റെ, നല്ല ഐശ്വര്യമുള്ള മുഖം. പപ്പയുടെ ആണ്. പിന്നെ രസമാണ് നിന്നെ കാണാൻ. താങ്ക് യു മാത്രം പറയാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കല്യാണം എന്റെ മുന്നേ കല്യാണം കഴിഞ്ഞു പോയല്ലേ, അല്ലേ ഒന്ന് നോക്കായിരുന്നു. ശരി, ഒരു ടാസ്ക് തരുവാണ്. ഒരു കടല്, ഒരു കുഞ്ഞിന്റെ ജീവൻ, 20 ലക്ഷം രൂപ, ഒരു പട്ടിക്കുട്ടിയുടെ ജീവൻ, ഒന്നേ എടുക്കാൻ പറ്റൂ, ഏതെടുക്കും മനീഷ? കുഞ്ഞിന്റെ ജീവൻ. കുഞ്ഞാണെന്ന് വിളിക്കാൻ എന്താ പറയാ, കുഞ്ഞിനായിരിക്കില്ല നമ്മൾ പൊതുവെ പെട്ടെന്ന് ചൂസ് ചെയ്യാ. കുഞ്ഞ് മുങ്ങുമ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം നീന്താൻ അറിയത്തില്ല. 20 ലക്ഷം രൂപ വേണ്ടേ? വേണ്ട. നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എന്താ പറയാ, നമ്മള് എന്താ പറയുന്നേ, കഷ്ടപ്പെടാനല്ല, എന്താ പറയാ, ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്. നീ പക്ക പോസിറ്റീവ് കേട്ടോ. ആരും പറഞ്ഞിട്ടുണ്ടോ? പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ, ഹാപ്പി ആയിട്ട് ഇരിക്കും. ഈ കല്യാണം കഴിഞ്ഞപ്പോഴാ? 4 വർഷമായി. ഇനി തിരുവനന്തപുരം സ്ലാങ് ഒന്ന് സംസാരിച്ചടാ. പക്ക തിരുവനന്തപുരം. പക്ക
നമ്മുടെ ഇവിടെ ഇല്ലേ, ആ ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് പക്ഷെ ചില സമയത്ത് എനിക്ക് ഇത് വരും, നീ എന്തൊരു പറഞ്ഞ ഇത് വരും. അല്ലാതെ നമ്മള് തീരെ നമ്മൾ ഈ മറ്റേ എന്താ എന്തരപ്പി അങ്ങനെയൊന്നും വരത്തില്ല. ഓക്കെ. അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ ചുമ്മാ ആൾക്കാർ തള്ളി വിടുന്നതാണോ? അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് കോമഡി പറയും. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ കൗണ്ടർ അടിച്ചിരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും. അല്ലാതെ ഈ തിരുവനന്തപുരം ലാംഗ്വേജ് അങ്ങനെ തീരെ അങ്ങനെ നമ്മളിങ്ങനെ ഇഴച്ച് സംസാരിക്കത്തില്ല. ഈ തിരുവനന്തപുരം ഉടക്കുമ്പോളേ കുറെ സ്പീഡാവും. അതെങ്ങനെയായിരിക്കും? ഒന്ന് ഉടക്കാം. ഈ എന്ത് വഴി കാണിക്കുന്നേ? ഞാൻ എന്ത് കാണിച്ച്? നിങ്ങളോട് അങ്ങനെ പറയില്ലായിരുന്നു. നീ ആവശ്യമില്ല എന്റെ സ്വഭാവം മാറ്റിക്കല്. എന്ത് സ്വഭാവം? നീ നിന്റെ കാര്യം നോക്കിയിരി. എന്ത് കാര്യം? നീ ഇന്റർവ്യൂ ആണോ എടുക്കണം? ഇന്റർവ്യൂ നല്ലെന്നാ നീ പറഞ്ഞതിന്റെ മറുപടി അല്ലേ ഞാൻ. നീ എന്നാ പഴിയോട് പറഞ്ഞു? നീ മര്യാദയ്ക്ക് സംസാരിക്കും. എന്ത് മര്യാദ? അങ്ങനെ എടി വാടി പോടി എനിക്ക് മര്യാദയില്ല. മനസ്സിലായോ? നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മര്യാദ ഇല്ല. ആരാ ഇന്റർവ്യൂവിന് ഇവിടെ പിടിച്ചിരുത്തിയത്? പൊന്നെ ഇത് പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഏതായാലും പൊന്നെ പക്ക പോസിറ്റീവ് കേട്ടോ. അപ്പൊ ഇനി പോസിറ്റീവായിട്ട് പടരട്ടെ. ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ, ഭയങ്കര ഹാർഡ് വർക്ക് കേട്ടോ. അപ്പം പൊന്നെ അതെന്തെന്നറിയോ, ഇഷ്ടപ്പെട്ട് അതായത് ഞാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അപ്പൊ ഇപ്പൊ ഒരു മൂവി വന്നിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് അത്. അതൊരു ഇന്ന് അറിയപ്പെടുന്ന ഒരു നടനുണ്ടോടാ? ഇല്ല, ഉണ്ട്. അതാരാ? അത് പറയത്തില്ല, നടക്കൂല. എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കണം. അപ്പൊ സംഭവിക്കുമ്പോ വിളിക്കുവോ? വലിയ ഫ്ലെക്സിലൊക്കെ എന്റെ ഫോട്ടോ വരണം. വലിയ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് രാജമൗലിയോ വിളിക്കും സാറോ കരൺ ജോഹർ അങ്ങോട്ടൊക്കെ പോയാൽ മതി. ഈ ഇന്റർവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോ ഉണ്ടല്ലോ, നിന്നെ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സ് വിളിക്കും. ഓക്കെ, താങ്ക് യു.